ഹലോ എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മല്ലു ആപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ ക്രിക്കറ്റ് പ്ലേയേഴ്സ് എന്ന ആപ്പിൻ്റെ ഹോം സ്ക്രീൻ, അതായത് നമ്മുടെ പ്ലെയറിനെ ലിസ്റ്റ് ചെയ്യുന്ന സ്ക്രീൻ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്ലെയറിനെ ടാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ആ പ്ലെയറിൻ്റെ ഡീറ്റെയിൽ വ്യൂയിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഡാറ്റ ഈ സ്ക്രീനിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽ സ്ക്രീനിലേക്ക് പാസ് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഡീറ്റെയിൽ സ്ക്രീൻ എങ്ങനെ ബേസിക്കായിട്ട് ഡിസൈൻ ചെയ്യാം, അപ്പോൾ അതിനായിട്ട് എങ്ങനെ ഓരോ കോമ്പോണൻറ്റ്സ് സെറ്റ് ചെയ്യാം എന്നും കൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്ലെയറിനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ കാണാം, നമ്മുടെ ഒരു പ്ലെയറിന് ഒരു കവർ പിക്ക് ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയറിൻ്റെ നെയിം ഉണ്ട്, റോൾ ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, പിന്നെ ഒരു ഹൊറിസോണ്ടൽ ഗാലറി ഉണ്ട്, പിന്നെ എബൌട്ട് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ വിക്കിപീഡിയ ലിങ്ക്സ്. നമുക്കിപ്പോൾ എല്ലാം ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. നമ്മൾ ഇതിൽ കുറച്ച് കോമ്പോണൻറ്റ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് മാത്രമേ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലെയറിൻ്റെ ഒരു ഡീറ്റെയിൽ വ്യൂ വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പുതിയൊരു സ്ക്രീൻ ആഡ് ചെയ്യുകയാണ്. സ്ക്രീനിൻ്റെ പേരാണ് പ്ലെയർ ഡീറ്റെയിൽ വ്യൂ. അപ്പോൾ നമ്മൾ ഇവിടെ SwiftUI സെലക്ട് ചെയ്തു, പ്ലെയർ ഡീറ്റെയിൽ വ്യൂ, ഇതാണ് നമ്മുടെ സ്ക്രീനിൻ്റെ പേര്. ഓക്കെ, നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ ഹോം പേജിൽ പോയി നോക്കാം. നമ്മളുടെ ഹോം പേജിൽ ഈ പ്ലെയേഴ്സ് എന്നത് ഒരു അറേ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു 11 പ്ലെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ അറേയിൽ 11 എലമെൻറ്റ്സ് ഉണ്ടാവും. നമ്മൾക്ക് നമ്മളുടെ ഈ ഡീറ്റെയിൽ സ്ക്രീനിലേക്ക് നമുക്കതിൽ ഓരോ പ്ലെയറിൻ്റെയും ഡാറ്റേനെയാണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽ സ്ക്രീനിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ വേരിയബിൾ പ്ലെയർ എന്നാണ് ആ വേരിയബിളിൻ്റെ നെയിം കൊടുക്കുന്നത്. പ്ലെയർ നമുക്കിവിടെ അറേയുടെ ആവശ്യമില്ല. നമുക്കിവിടെ ഒരു സിംഗിൾ പ്ലെയറിൻ്റെ ഡീറ്റെയിൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിംഗിൾ പ്ലെയറിൻ്റെ ഒബ്ജക്റ്റുള്ള ഒരു വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു റാൻഡം ആയിട്ടൊരു പ്ലെയറിനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലെയർ ഡാറ്റ 4. ഓക്കെ, നമുക്കിപ്പോൾ ഈ പ്ലെയർ ഡാറ്റ 4, അതായത് ഈ 4th, അതായത് ഈ അറയിലെ 5th എലമെൻറ്റിലുള്ള പ്ലെയറിൻ്റെ ഡാറ്റ നമുക്കിപ്പോൾ ഈ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്ലെയർ ഡോട്ട് നെയിം, കണ്ടോ? അപ്പോൾ നമ്മളുടെ പ്രിവ്യൂവിൽ നമ്മുടെ പ്ലെയറിൻ്റെ നെയിം ഋഷഭ് പന്ത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റി. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ആ സ്ക്രീനിൽ നിന്ന്, നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്ന് ഈ സ്ക്രീനിലേക്ക് ഡാറ്റ പാസ് ചെയ്യും, അതുപോലെ തന്നെ റീഡയറക്റ്റ് ചെയ്ത് വരാം എന്നുകൂടി നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ തിരിച്ച് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് സ്ക്രീനിലേക്ക് പോകുന്നു. ഇവിടെയാണ് നമ്മളുടെ പ്ലെയറിൻ്റെ ഓരോ കാർഡും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് മുകളിലായിട്ട് ഒരു നാവിഗേഷൻ ആഡ് ചെയ്യുകയാണ്. നാവിഗേഷൻ ലിങ്ക്. അപ്പോൾ ഈ നാവിഗേഷൻ ലിങ്കിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയറിൻ്റെ ഡീറ്റെയിൽ വ്യൂ ആണ്. അപ്പോൾ പ്ലെയർ ഡീറ്റെയിൽ വ്യൂ, എന്നിട്ട് ഈ പ്ലെയർ എന്ന് പറഞ്ഞ വേരിയബിളിനെ ഞാൻ ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. പ്ലെയർ ഈക്വൽ ടു പ്ലെയർ. നമുക്ക് ഈ ലേബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ഈ പ്ലെയറിൻ്റെ ഈ കാർഡിനെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. കണ്ടോ? ഇപ്പോൾ നമ്മുടെ UIയിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. പക്ഷേ നമ്മളിവിടെ ഒരു നാവിഗേഷൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. UIയിൽ വരുന്ന ആകെയുള്ളൊരു ഡിഫറൻറ്റ്, നമുക്കിപ്പോൾ നാവിഗേഷൻ ലിങ്ക് വന്നപ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് കൂടി ആഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ എങ്ങനെ വരുമെന്ന് നമുക്കിതിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പ്രിവ്യൂ ടാബിൽ വരാം. ഇത് പ്ലേ ബട്ടൺ ടാപ്പ് ചെയ്യുക. പ്ലേ ആയി. എന്നിട്ട് നമ്മൊരു പ്ലെയറിനെ ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ? ശിഖർ ധവാൻ വന്നു, വിരാട് കോഹ്ലി, ജഡേജ. കണ്ടോ? നമ്മളിപ്പോൾ ഒരു പ്ലെയറിനെ ടാപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ പ്ലെയറിൻ്റെ ഡാറ്റ നമ്മൾ ഈ സ്ക്രീനിൽ നിന്ന് നമ്മളുടെ പ്ലെയർ ഡീറ്റെയിൽ വ്യൂവിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്ലെയർ ഡീറ്റെയിൽ വ്യൂവിലേക്ക് പോകാം.
നമ്മുടെ പ്ലെയർ ഡീറ്റെയിൽ വ്യൂവിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് പ്ലെയറിൻ്റെ ഒരു കവർ ഇമേജ് വരുന്നുണ്ട്, നെയിം വരുന്നുണ്ട്, റോൾ വരുന്നുണ്ട്, ഗാലറി, എബൌട്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഒരു വിക്കിപീഡിയ ലിങ്ക്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ആദ്യമായിട്ട് ഇതിൽ കുറച്ച് കമൻറ്റ്സ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കമൻറ്റ്സ് ആഡ് ചെയ്തു. കവർ ഇമേജ്, പ്ലെയർ നെയിം, പ്ലെയർ ഇൻഫോ, അതുപോലെ തന്നെ പ്ലെയറിൻ്റെ ഇമേജ് സ്ലൈഡർ, ഗാലറി, പിന്നെ എബൌട്ട് സെക്ഷൻ, വിക്കിപീഡിയ ലിങ്ക്. നമുക്ക് ഇത്രയും കോമ്പണൻ്റാണ് നമ്മുടെ ഈ ഡീറ്റെയിൽ സ്ക്രീനിൽ വരുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ പ്ലെയറിൻ്റെ ഡീറ്റെയിൽ വ്യൂവിൽ നമുക്ക് ആക്ച്വലി ഒരു സ്ക്രോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി നമുക്കൊരു സ്ക്രോൾ വ്യൂ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ടോപ്പിൽ പോയിട്ട് ഒരു സ്ക്രോൾ വ്യൂ ആഡ് ചെയ്യുകയാണ്. സ്ക്രോൾ വ്യൂ വെർട്ടിക്കൽ സ്ക്രോൾ വ്യൂ ആണ്. ഞാനപ്പോൾ സ്ക്രോൾ വ്യൂ ആഡ് ചെയ്തു. എന്നിട്ട് ഈ ഐറ്റം എല്ലാം ഞാൻ ഇതിലേക്ക് സ്ക്രോൾ വ്യൂവിലേക്ക് മൂവ് ചെയ്യുകയാണ്. നമുക്കിനി ഈ ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്ലെയറിൻ്റെ ഇമേജ് അതുപോലെ തന്നെ നെയിം അതെല്ലാം നമുക്ക് ആ ഓർഡറിൽ സെറ്റ് ചെയ്ത് വരാം. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് റിമൂവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് പ്ലെയറിൻ്റെ ഇമേജ് സെറ്റ് ചെയ്യാം. ഇമേജ്. അപ്പോൾ ഒരു പ്ലെയറിന് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു ഒരു ഗാലറി ഉണ്ട്. അപ്പോൾ ആ ഗാലറിയിൽ ഒരു ഇമേജ് റാൻഡം ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗാലറി ഡോട്ട് റാൻഡം ഇമേജ്. എന്നിട്ട് അപ്പോൾ നമുക്കൊരു എറർ വരും. അതായത് നമുക്ക് ഈ റാൻഡം ഇമേജ്, അതായത് ഒരു ഗാലറിയിലെ ഇമേജ് ഫെച്ച് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നള്ള് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ആപ്പ് ക്രാഷ് ആവാതിരിക്കാൻ നമുക്ക് അതിനൊരു ഡീഫോൾട്ട് വാല്യൂ കൊടുക്കണം. അപ്പോൾ ഞാൻ ഡീഫോൾട്ടായിട്ട് ഒരു എംപ്റ്റി നെയിം കൊടുത്തു. അപ്പോൾ കണ്ടോ, നമ്മുടെ പ്ലെയറിൻ്റെ ഇമേജ് ടോപ്പിൽ വന്നു. ഇനി നമുക്കതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യാം. റീസൈസബിൾ, സ്കെയിൽ ടു ഫിറ്റ്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പ്ലെയറിൻ്റെ ഇമേജ് വന്നു. ഇനി അടുത്തതായി നമുക്ക് വരുന്നത് പ്ലെയറിൻ്റെ നെയിമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു, നമുക്ക് ഡാറ്റ അലൈൻ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഹൊറിസോണ്ടൽ അലൈൻ ചെയ്യാൻ ഹൊറിസോണ്ടൽ സ്റ്റാക്ക്, അതുപോലെ തന്നെ വെർട്ടിക്കൽ അലൈൻ ചെയ്യാൻ വെർട്ടിക്കൽ സ്റ്റാക്ക് വേണം. നമുക്കിവിടെ താഴത്തേക്കാണ് ഡാറ്റ അലൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു വെർട്ടിക്കൽ സ്റ്റാക്ക് വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വി സ്റ്റാക്ക് ആഡ് ചെയ്യുകയാണ്. അതിനു വേണ്ടി വി സ്റ്റാക്ക്. എന്നിട്ട് നമ്മുടെ ഈ എല്ലാ കോമ്പണൻസിനെയും ഇതിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യുകയാണ്. ഇനി നമ്മൾക്ക് നമ്മളുടെ പ്ലെയറിൻ്റെ നെയിം ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കാണാം പ്ലെയറിൻ്റെ നെയിം നമുക്കിത് ഫുൾ ക്യാപിറ്റൽ ലെറ്റർ, അതായത് അപ്പർ കേസിലാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ നമ്മളുടെ ആപ്പിൻ്റെ ആക്സൻ കളറാണ്. അപ്പോൾ ഞാൻ പ്ലെയർ നെയിം ആഡ് ചെയ്യുന്നു. ടെക്സ്റ്റ് പ്ലെയർ ഡോട്ട് നെയിം വന്നു. ഇനി നമുക്കതിനെ അപ്പർ കേസിലേക്ക് ആക്കാം. അപ്പർ കേസ്ഡ്. ഇനി അതിൻ്റെ ഫോണ്ട് സെറ്റ് ചെയ്യുന്നു. ഫോണ്ട്, ടൈറ്റിൽ, ഫോണ്ട് വെയ്റ്റ്, ഹെവി, അതുപോലെ തന്നെ ഫോർഗ്രൗണ്ട് കളർ, ആക്സൻ കളർ. അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലെയറിൻ്റെ കവർ ഇമേജായി, അതുപോലെ തന്നെ പ്ലെയറിൻ്റെ നെയിമായി. ഇനി അടുത്തതായി നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പ്ലെയറിൻ്റെ ഇൻഫോ ആണ്, അതായത് പ്ലെയറിൻ്റെ റോള്, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഗ്രൂപ്പ് ബോക്സ് ആഡ് ചെയ്യുന്നു. ഗ്രൂപ്പ് ബോക്സ് ഈ ഗ്രൂപ്പ് ബോക്സിൽ ഞാൻ ഒരു പാഡിങ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ഹൊറിസോണ്ടൽ പാഡിങ്.
ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഹൊറിസോണ്ടലി നമ്മളുടെ റോള്, അതുപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ, പിന്നെ അതിൻ്റെ റോളിൻ്റെ ഐക്കൺ അതെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു എച്ച് സ്റ്റാക്ക് ആഡ് ചെയ്യുകയാണ്. എച്ച് സ്റ്റാക്ക് ദെൻ അതിൻ്റെ അകത്ത് ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്നു ഇതിനെല്ലാം. ഗ്രൂപ്പ് സ്റ്റാക്ക്. എന്നിട്ട് ഞാൻ ഐക്കൺ ആഡ് ചെയ്യാൻ പോകുന്നു. ഇമേജ് സിസ്റ്റം നെയിം ഇപ്പം ഞാൻ ഐക്കൺ ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ടൈറ്റിൽ ആഡ് ചെയ്യണം. റോളിന് ടൈറ്റിൽ ആഡ് ചെയ്തു. ഇനി അതിന് ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യുകയാണ്. ഫോണ്ട്, ഫുട്, സെമി ബോൾഡ് കൊടുത്തു, ഫോണ്ട് വെയിറ്റ്. അപ്പോൾ നമുക്ക് ടൈറ്റിൽ ആഡ് ആയി. ഇനി അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യണം. അതായത് ഈ പ്ലെയറിൻ്റെ റോൾ എന്താണ് നമുക്ക് താഴെ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി പ്ലെയർ ഡോട്ട് റോൾ. ദെൻ അതിന് ഞാൻ ഫോണ്ട് സെറ്റ് ചെയ്യുന്നു. ഫോണ്ട്, ഫുട് നോട്ട്. ഇപ്പോൾ നമ്മളുടെ റോളിൻ്റെ കാർഡ് സെറ്റ് ആയി. അതായത് പ്ലെയറിൻ്റെ റോള് വന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ വന്നു. പക്ഷേ നമുക്ക് നമ്മളുടെ എക്സ്പെക്റ്റഡ് വ്യൂവിൽ നമുക്ക് കാണാം നമ്മളുടെ ഈ കാർഡ് കറക്റ്റായിട്ട് നമ്മുടെ സ്ക്രീനിൽ ഫിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും ഒരുപാട് സ്പേസിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് കളയാനായിട്ട് നമുക്ക് സെൻറ്ററിൽ ഒരു സ്പേസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായി ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു സ്പേസർ ആഡ് ചെയ്ത് കൊടുക്കാം. സ്പേസർ കണ്ടോ? ഇപ്പോൾ നമ്മളുടെ റോളും ഇതും കറക്റ്റ്ലി നമ്മുടെ സ്ക്രീനിൽ അലൈനായിട്ട് നിന്നു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ എച്ച് സ്റ്റാക്ക് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് കണ്ടോ? അപ്പോൾ നമ്മളുടെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നു. ഇനി നമുക്ക് ഈ ഐക്കൺ മാറ്റണം, ഈ ടൈറ്റിൽ മാറ്റണം, ഈ വാല്യൂ മാറ്റണം. അപ്പോൾ ഞാൻ ഐക്കൺ മാറ്റി വേറെ ഐക്കൺ സെറ്റ് ചെയ്യുന്നു. കലണ്ടർ. ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ വാല്യൂ മാറ്റി കൊടുത്തു, DOB ആക്കി. ഇപ്പോൾ നമുക്കിത് രണ്ടും ഓവർലാപ്പായി നിൽക്കും പോലെ തോന്നും. അപ്പോൾ അതിനായി നമുക്കിപ്പോൾ ഒരു വെർട്ടിക്കലി നമുക്കിതിനൊരു ഡിവൈഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ രണ്ട് എച്ച് സ്റ്റാക്കിനിടയിലായിട്ട് ഒരു ഡിവൈഡർ ആഡ് ചെയ്യുന്നു. ഡിവൈഡർ കാണോ? അപ്പോൾ നമ്മൾ ഡിവൈഡർ ആഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഇത്രയും ഡേറ്റാസ് നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടി. ഇനി നമുക്ക് നമ്മൾ ഇത്രയും ചെയ്ത ഈ ആപ്ലിക്കേഷൻ നമുക്ക് നമ്മളുടെ സിമുലേറ്ററിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ iPhone 12 സിമുലേറ്റർ സെലക്ട് ചെയ്തു, റൺ ചെയ്യുന്നു. നമ്മുടെ ആപ്പ് ലോഡായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പ് സിമുലേറ്ററിൽ ലോഡായി വന്നു. ഇനി നമുക്ക് ഒരു പ്ലെയറിനെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്ലെയറിൻ്റെ ഡീറ്റെയിൽ വ്യൂവിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ പ്ലെയറിൻ്റെ ഡീറ്റെയിൽ വ്യൂവിൽ ചെല്ലുമ്പോൾ പ്ലെയറിൻ്റെ കവർ ഇമേജ്, അതുപോലെ തന്നെ നെയിം, പിന്നെ അതുപോലെ തന്നെ റോളും ഡേറ്റ് ഓഫ് ബർത്തും ഇത്രയും ഡീറ്റെയിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് പ്ലെയറിൻ്റെ ഗാലറി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ എബൌട്ട് ഇൻഫർമേഷൻ, വിക്കിപീഡിയ ലിങ്ക് ഇതെല്ലാം ആഡ് ചെയ്യണം. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ രണ്ട് സിമുലേറ്റർ നോക്കിയാൽ മനസ്സിലാവും. നമ്മളുടെ ഈ ലെഫ്റ്റിലുള്ളത് ഡാർക്ക് മോഡിലും ഇത് റൈറ്റിലുള്ളത് നമ്മുടെ ലൈറ്റ് മോഡിലുമാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആപ്പ് ആക്ച്വലി ഡാർക്ക് മോഡിലും ലൈറ്റ് മോഡിലും കോമ്പാറ്റബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സിമുലേറ്ററിൻ്റെ സെറ്റിംഗ് സ്ക്രീനിൽ പോകാം. എന്നിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഡാർക്ക് അപ്പിയറൻസ് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് നമ്മുടെ ആപ്പിലേക്ക് വരാം. കണ്ടോ? ഇപ്പോൾ നമ്മളുടെ ആപ്പ് ഡാർക്ക് മോഡിൽ
അടിപൊളിയായിട്ട് റൺ ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഈ പ്ലെയറിൻ്റെ താഴെയുള്ള ഡീറ്റെയിൽസ്, അതായത് ഗാലറി, അതുപോലെ തന്നെ അബൌട്ട് ഇൻഫർമേഷൻ, വിക്കിപീഡിയ ലിങ്ക്, അതെല്ലാം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് അടിക്കുക, പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, നന്ദി, നമസ്കാരം.